ശല്യം തന്നെ കേട്ടോ. സെക്രട്ടേറിയറ്റിൽ ഞെരിക്കണവന്മാര് കണ്ട് കണ്ട് മടുത്ത്. ഒരു പാർട്ടി സെക്രട്ടറി ഇരിക്കൂ. എന്തോ സെക്രട്ടേറിയറ്റില് കണ്ട് കണ്ട് മടുത്തെന്ന് എന്തോ കാണിക്കുന്ന ഈ പ്രതിപക്ഷം. അത് നടക്കുന്ന കഞ്ഞി വയ്ക്കൽ ഉൾപ്പെടെയുള്ള സമര പരിപാടികളാണ്. എന്തോ പറയാൻ പറയൂ. സ്വർണത്തിന്റെ കേസ് ഏതായിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ വരികയാണ്. നമ്മൾ ഇതെല്ലാം അടുപ്പിക്കണം. കാരണം നമുക്ക് കുറെ പൈസ ആവശ്യമല്ല. നേരത്തെ വന്നതെല്ലാം ഞങ്ങൾ ആ ജുവലറിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അറിയാന്നുള്ളതാണല്ലോ. നേരത്തെ വന്നതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറച്ച് സ്റ്റോക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് വിളിച്ചു പറഞ്ഞത്. അല്ല, അത് ഞങ്ങൾക്ക് അങ്ങോട്ട് മാറ്റാം. പിന്നെ വേറെ സംഭവം ഉണ്ടോ പറഞ്ഞാല് കേന്ദ്ര സംഘം അന്വേഷണത്തിന് വരുന്നുണ്ട്. ആരെ കൊണ്ട് തലവേദനയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മളെ ഭരണമല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന നമ്മള് സ്ഥിരം വഴിയൊന്ന് മാറ്റി പിടിക്കണം എന്നൊന്ന് പറയണം. കൊണ്ടുവരുന്ന വഴിയില്ലേ, നമ്മൾ സ്ഥിരം പോകുന്ന വഴികളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കൊണ്ടുപോകണം. നോക്കാം. അവര് മോശക്കാരല്ലല്ലോ കൊണ്ടുവരുന്നത്. രണ്ടുപേർക്കും അന്യഭാഷകളെല്ലാം അറിയാന്നുള്ളവരാണല്ലോ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഉള്ളതിലേക്ക് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആ ഒരു റോള് കൈകാര്യം ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ആഭ്യന്തരമായാലും അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയമില്ല. പിന്നെ എനിക്ക് MLA പറയാനുള്ളത് സമ്മേളനത്തെ കുറിച്ച് ഒരു മോഡിയും കാര്യങ്ങളൊക്കെ അതിന് കുറച്ച് പൈസ വേണം. സമ്മേളനമായല്ലേ. ഇപ്പൊ ജ്വല്ലറി വിളിച്ചോണ്ട് കുറച്ച് പൈസ തരാൻ പറയണം. അല്ല, ജ്വല്ലറി മാത്രമല്ലല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നിടത്തെല്ലാം ഷെയർ കിട്ടിക്കൊണ്ടിരിക്കണം. മറന്നുപോയോ? നിങ്ങളെ കുഴപ്പമാണ്. വാങ്ങണ സമയത്ത് മാത്രമേ ഉള്ളൂ. ഷെയർ വാങ്ങാൻ നേരത്തെ അറിയാമായിരുന്നല്ലോ. അത് നമുക്കുള്ള ഷെയർ നമ്മൾ ഈ സമ്മേളനം ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പൈസ വേണ്ടേ? അല്ല, മോടി പിടിപ്പിക്കണം മാത്രമല്ല, കണക്ക് വയ്ക്കണം. നമ്മളല്ലേ തീരുമാനിക്കുന്ന കണക്കും കാര്യങ്ങളൊക്കെ. എന്നാലും സമ്മേളനത്തിന് കണക്ക് വെച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ മോശക്കാരാവും. കണക്കും പിന്നെ കുറെ പൈസ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാലും ഈ ആദ്യം തൊട്ടുള്ള കണക്കതിൽ വെക്കണ്ടേ? അപ്പൊ ആ ജ്വല്ലറിക്കാരന്റെ കുറച്ച് പൈസ ഇവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയണം. ഞാൻ എന്തായാലും ഞാൻ വിളിച്ചു നോക്കാം. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ? പിന്നെ മുകളിലൊന്നും വേറെ ഒന്നുമില്ല. അവർക്ക് നമുക്ക് കിട്ടുന്നതിന് ഒരു ഷെയർ കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവർക്ക് ആർക്ക് രംഗത്ത് വരാൻ മതിയല്ലോ. ഇതിന്റെ ഇടയിൽ അത്രയും ഞാൻ പ്രവർത്തിക്കണ്ടേ. പിന്നെ പുതിയ കാർ നമുക്കൊരു ഫോൺ കോള് പോരെ ഒരു കാർ വാങ്ങാൻ. ചെറിയ ജുവലറിയും മറ്റു സ്ഥാപനങ്ങളും നമുക്ക് പാർട്ണർഷിപ്പ് ഉള്ളപ്പോഴത്തേക്ക് ഒന്നും നമ്മളെ പേര് വരുന്നില്ലെന്നല്ലേ ഉള്ളൂ. ദുബൈയിൽ വരെ ഇപ്പൊ പുതിയ ജുവലറി ആ പാർട്ടി തുടങ്ങി. അവൻ ഒരു കഞ്ഞി വയ്ക്കാൻ പോലും വീട്ടിൽ പാകില്ലാതെ വരുന്ന ഒരുത്തനാണ്. അവനെ നമ്മൾ പാർട്ടിക്കാർ വളർത്തി ഇത്രയും കൊണ്ടുവന്ന് വലിയൊരു പേരും ജുവലറിക്ക് കൊടുത്ത് വെച്ച് മര്യാദക്ക് എടുത്തില്ലേ? ഇതെല്ലാം ബക്കറ്റ് വീഴായിട്ടാണ്. മറ്റത് ഈ ഒരു അന്വേഷണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെയൊക്കെ സൈലന്റ് ആകേണ്ടി വരും. ബക്കറ്റ് വീഴാൻ എവിടെ അന്വേഷണമാണോ? അത് നമ്മൾ പയ്യന്മാരെ ഇറക്കിയെന്ന് ഇവിടെയില്ലേ, പല മാർഗങ്ങളിലൂടെയാണല്ലോ അവർ നമുക്ക് പൈസ തരുന്നത്. ഒരുത്തരെ വെട്ടിമാറ്റണമെന്നുണ്ടെങ്കിൽ അവർ അപ്പോഴേ വെട്ടിമാറ്റും. അവർക്ക് കരുത്തായി നമ്മുടെ പാർട്ടി ഇല്ലേ? പാർട്ടിയിൽ തന്നെ ഘടകകക്ഷികളായ ഒരുപാട് സംഘടനകളില്ലേ? കൂടുതൽ സംഘടനകളുണ്ട്. ഇവരൊക്കെ പറയുന്നതിനപ്പുറത്ത് ഇവിടുന്ന് ജനം ചലിക്കൂല. ഒരുത്തൻ ചലിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യവസായം ചെയ്യൂല. ജീവിക്കേണ്ട നാട്ടില് ഈ ഒരു പേടി നമ്മൾ വിട്ടുകളയരുത്. ആ ഒരു പേടി വിട്ടുകഴിഞ്ഞാൽ നമ്മളെ പാർട്ടി ഒന്നുമില്ലാതാവും. കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ആ പേടി പോയോ എന്നൊരു ചെറിയ അംശമുണ്ട്. അല്ല, അത് അറിയാലോ. പ്രധാനികൾ പറയുന്ന എന്താണോ അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ദോഷമുണ്ടാവും. നമ്മളെ പേരിലൊക്കെ എന്തുമാത്രം കേസുകളാണുള്ളത്. ഈ കേസുകൾ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും പൊക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ? നമ്മളെ അമ്പലം, നമ്മളെ പ്രതിഷ്ഠ, നമ്മൾ പറയുന്ന കാര്യങ്ങളോ നടപ്പിലാവും. കേരളത്തിലുള്ള കാര്യങ്ങൾ ശരിയാക്കണം. അല്ലെ, സമ്മേളനത്തിന് അവിടെ ഉള്ള ഒരു പ്രമുഖ കക്ഷികളെ 3-4 പിടിക്കണം. പിന്നെ ഈ കോറി മേഖല ഇപ്പൊ വളരെ കുറവാണ്. അത് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഭയങ്കര ഇറുക്കുമ്പോഴേ ഇവന്മാർ ഉള്ളത് കൂടെ നിർത്തിയിട്ട് പൊക്കളയും. ആകെ 2-3 കോറികൾ മാത്രമാണ് ഇപ്പൊ നമ്മളെ ഈ ജില്ലയ്ക്കകത്തുള്ളത്. എങ്ങനെ വാങ്ങും? അവനൊക്കെ പണികളില്ലല്ലോ. ഞാനത് തലപ്പത്ത് ധരിപ്പിച്ചതാണ്. അവരെയൊക്കെ സംബന്ധിച്ച് ഞാൻ പണ്ട് കോറി മേഖല എനിക്ക് അറിയാമെന്നുള്ളതാണ് കുറച്ച്.
ഞാൻ ആ ഏരിയയിലൊക്കെ കിടന്ന് വളർന്നതായതുകൊണ്ട് ഞാൻ MLA ആയെങ്കിലും എനിക്ക് ആ മേഖലകൾ കുറെ അറിയാം. നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ഈ ആവശ്യമില്ല, അത് ഇവർക്കൊരു ടാർഗറ്റ് വെച്ചളഞ്ഞു. ഇവർക്ക് ഇത്ര കോടി വെക്കണമെന്ന് പറഞ്ഞ് ആ മിനിസ്റ്റർ ഒരു ടാർഗറ്റ് വെച്ചു. അതുപോലെ ഒരു വാല്യൂ 2% ഒരു കമ്മീഷൻ കിട്ടും ഉദ്യോഗസ്ഥന്. അവ ആർക്കുള്ള മുണ്ട് വലിച്ചു കയറിയാലും എന്ത് ചെയ്താലും അവൻ ആ പൈസ കൊണ്ട് അടയ്ക്കുമ്പോൾ 2% കിട്ടുകയും ചെയ്യും, ജോലിയിൽ കയറ്റവും കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്കാണ് കുഴപ്പം. ജില്ലാ സമ്മേളനത്തിന് പോയി പിരിവ് ആരെടുത്ത് പോയി ചോദിക്കും? എന്തെന്ന് പറഞ്ഞു ഇപ്പൊ പണ്ടത്തെ കാലമല്ല, നമ്മളൊരുത്തനെ ഫോണിൽ വിളിച്ചാൽ അപ്പോഴേ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കീഴ്ത്തട്ടത്തിൽ ഇരിക്കുന്നത് ഒന്നിന് എഴുതാനും വായിക്കാനും പോലും അറിഞ്ഞു. ചക്കെന്ന് പറയുമ്പോൾ ചുക്കെന്ന് പറയും. അങ്ങനെയുള്ളവരാണ് ഈ കീഴ്ത്തട്ടിലുള്ളതെല്ലാം. കാരണം ഒരു കാര്യം, അങ്ങനെയുള്ളവർ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇതൊക്കെ വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ഡിവറിയിലേക്ക് ഒരു വിഷയങ്ങൾ ഉണ്ടാക്കില്ലേ? ഇതൊക്കെയാണ് കുഴപ്പം. എന്തായാലും പാർട്ടി സെക്രട്ടറി പോയി ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാനൊന്ന് ജൂലറിയിലെ പുള്ളിനെ ഒന്ന് വിളിച്ചോട്ടെ. എടുക്കുന്നില്ല ഫോണ്. എടുത്തു. ഹലോ. പിന്നെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. നമ്മൾ അന്നത്തെ ഫണ്ടിന്റെ കാര്യം അറിയാമല്ലോ. ആ ഫണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം. അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. നമുക്ക് ജില്ലാ സമ്മേളനത്തിന് കണക്കെല്ലാം വയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കും. അതിനുശേഷം വേണമെങ്കിൽ ഞാൻ എമൗണ്ട് തിരിച്ചു തരാം. ഗോൾഡിന്റെ കാര്യം ഇപ്പൊ നിങ്ങളുടെ ആരും ഇന്നത്തെ കാലത്ത് ഈ ഫോണൊക്കെ എന്താ നിങ്ങൾ? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, കഴിവില്ലാത്തവന്റെ ഒരു സംഗതി ഞങ്ങൾ തന്നാൽ ഇതാണ് കുഴപ്പം. നിങ്ങൾ അത് നിൽക്കട്ടെ. ഞാൻ പറയുന്ന 20 കോടി രൂപ ഉണ്ടല്ലോ, 20 കോടി രൂപ നമുക്ക് പാർട്ടി സമ്മേളനത്തിലൂടെ വെക്കണം. അങ്ങനെ ഒക്കത്തില്ല. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടേണ്ട ശതമാനങ്ങൾ കറക്റ്റ് മാസം അതിലും നിങ്ങൾ മുടക്കം വരുത്തി. പിന്നെ പുതിയ ബ്രാഞ്ചുകൾ ദുബൈയിലൊക്കെ തുടങ്ങിയത് കൊണ്ടാണ് അതിനൊരു തടസ്സം വന്നതെന്ന് നമ്മൾ സഹിച്ചു. അതവിടെ നിൽക്കട്ടെ. അതിന് വേറെ ഫണ്ടുണ്ടല്ലോ, അത് നമ്മൾ വേറെ തന്നിട്ടുണ്ട്. ആ ഫണ്ട് അതിന് ക്ലിയർ ചെയ്യുക. അത് എനിക്ക് അന്ന് ഈ ഗോൾഡ് പറയാതിരിക്കുമല്ലോ ഈ ഗോൾഡിന്റെ കാര്യം. ഇതിന് എല്ലാം കറക്റ്റ്. എന്തായാലും സമ്മേളനത്തിന് ഒരാഴ്ച മുന്നേ എനിക്ക് ആ എമൗണ്ടുകൾ കംപ്ലീറ്റ് കൊണ്ട് തന്നേക്കണം. അല്ലല്ല, എവിടെ നിന്നും എനിക്കറിയണ്ട. എനിക്ക് കറക്റ്റ് പൈസ കിട്ടിയേ പറ്റൂ. അല്ല, ഞാനിവിടെ കള്ളനാവും. എനിക്ക് വേണം, പൈസ വേണം. ഓക്കെ, എങ്ങനെയെന്നാണെങ്കിൽ എനിക്കറിയണ്ട. എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. എനിക്ക് പാർട്ടി സമ്മേളനത്തിന് ഒരാഴ്ച മുന്നേ ഈ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. ശരി ശരി, ഓക്കെ. അപ്പൊ പറഞ്ഞോളക്കെ. ഓക്കെ, ഇതാണ് ഇതിലേക്ക് ആവശ്യമില്ലാത്തവർക്ക് ഇത് കൊടുത്തിട്ട് സമയത്ത് ഈ പൈസകൾ വാങ്ങാൻ പറ്റാത്ത കുഴപ്പം ഇതല്ലേ. ഗുഡ് മോർണിംഗ്. എന്തോന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന? എന്തോ കാണിച്ചു? സാറ് പറഞ്ഞിട്ടല്ലേ, സാറും മറ്റേ മന്ത്രിമാരെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പോയത്. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. നിങ്ങളല്ലേ അന്ന് ക്രമക്കേടെല്ലാം കാണിച്ചത്? ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എല്ലാ പേരുകളും ഇനി ആരൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ അങ്ങ് പുറത്തറിയിക്കാം. നിങ്ങളെ മാക്സിമം സഹായിച്ചിട്ടുണ്ട്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് കടക്കാനുള്ള സജ്ജീകരണം നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. എത്ര പേര് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ബലിയാടായി. എന്തായാലും നാണം കെട്ടത് മുഴുവനും ഞാനും അദ്ദേഹം മാത്രമല്ലേ? ആ പ്രമുഖ സ്ഥാനത്തിരിക്കണം അയാളെ ഞാനും അല്ലേ നാണം കെട്ടത്? അല്ല, നമ്മൾ നിങ്ങളുടെ സ്വർണം മാത്രമല്ലേ കടത്താൻ പറഞ്ഞോളൂ. മറ്റു കടത്തുകൾ നിങ്ങൾ തങ്ങളുടെ നടത്തിയതല്ലേ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഈ മാധ്യമങ്ങളെല്ലാം പറഞ്ഞതോ? അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. മാധ്യമങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാലോ. എന്നാലും നിങ്ങൾ കൊണ്ടുവന്ന സ്വർണം ഇപ്പൊ എവിടെ? നമുക്ക് ചോദ്യചിഹ്നമായിട്ട് ഇവിടെ നിൽക്കുക. അത് എത്തേണ്ട സ്ഥലത്ത് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ. നിങ്ങൾക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഫുള്ള് അറിഞ്ഞേക്കുന്ന ഞാനും അയാളും തമ്മിൽ എന്തോ ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ പോലും ഇല്ല. പിന്നെ എന്റെ ഫാമിലി ഞാൻ എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് ഞാൻ ഇപ്പൊ പോകുന്നത്. എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി ആരും. നിങ്ങൾ അന്ന് പറഞ്ഞു ആ ജൂലറിയിൽ നിങ്ങൾ കൊണ്ട് കൊടുത്തു. കൊടുത്തു.
കാര്യം നിങ്ങൾ എന്തായാലും അത് പറയാത്തത് നന്നായി. പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാവരും കുഴപ്പമായന. ഞാൻ ഇപ്പൊ വന്നത് ആ പേരുകളും ജ്വല്ലറിയുടെ പേരും ഒക്കെ വ്യക്തമാക്കണോ എന്ന്. നിങ്ങൾക്ക് തരാനുള്ള ഷെയർ അല്ല, നിങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വസ്തുവൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇപ്പോഴും എന്തെങ്കിലും കുറവുണ്ടോ? ചാനൽ അതിലും അതും പറയാം, ഒരു ഇതൊക്കെ പറയാം. ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ബോധനപ്പെട്ട ഒരു വർഗമാണ് ചാനൽ വർഗം. എന്തായാലും നിങ്ങൾ തങ്ങളിൽ നല്ല രീതി അല്ലായിരുന്നു. അതാണ് ഈ മാധ്യമക്കാർ അത്ര ഇതേ രീതിയിൽ പറഞ്ഞത്. അതിന് കാര്യമുണ്ട്. അല്ല, നിങ്ങൾ പെട്ടെന്ന് പേടിയാക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ പേടിക്കുന്ന ഒരു പാർട്ടിയൊന്നും അല്ല ഞങ്ങൾ. നമ്മൾ അന്നൊരു ഡീൽ ചെയ്തു, തങ്ങളുടെ ഡീൽ അവിടെ വെച്ച് കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്താണോ കിട്ടാനുള്ളത് ഞങ്ങൾ ആ ജ്വല്ലറിയിൽ എത്തിച്ചു. നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചു. അതവിടെ കഴിഞ്ഞു. പിന്നെ എന്നായാലും കള്ളം ചെയ്യുന്നവൻ പിടിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ആരുടെ ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അറിയാമല്ലോ, വളർന്ന പാർട്ടിയാണ്. പറയാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ലാഭം? അന്ന് എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, രണ്ടാമത് കിട്ടുന്നതിന്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കൊടുത്ത് കിട്ടുന്നതിന്റെ ലാഭത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുവരെ കിട്ടിയില്ലല്ലോ. അതൊക്കെ കിട്ടും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിരിക്കും. പാർട്ടി ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. അതേപോലെ പാർട്ടിയുടെ പ്രധാന സെക്രട്ടറിക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്തല്ലോ. അദ്ദേഹം നിങ്ങളെ നോക്കിയെന്നോ അദ്ദേഹം നിങ്ങളെ പറ്റി എന്തോ പറഞ്ഞെന്നോ. ഒരു പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുമ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റും നിങ്ങളെ പറ്റി. നിങ്ങളപ്പോ അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നും പറഞ്ഞ് നല്ല കാര്യങ്ങളല്ലേ പറയേണ്ടത്. അയാൾ പറഞ്ഞ മോശം വാക്കുകളല്ലേ എന്നെ കുറിച്ച് പറഞ്ഞത് ഫുള്ളും. അല്ല, ഞാൻ അതല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത്. നിങ്ങളുടെ സ്വർണം കിടത്താൻ മാത്രമാണല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് അധികാരം തന്നത്. അപ്പൊ ആ സ്ഥാനത്ത് നിങ്ങൾ മറ്റു കാര്യങ്ങൾ നിങ്ങൾ തങ്ങൾ ചെയ്തതാണല്ലോ ഈ മാധ്യമങ്ങളെല്ലാം വാരിയിട്ട് അലക്കിയത്. ഞങ്ങൾ തമ്മിൽ മറ്റു കാര്യങ്ങളിൽ ഒരു റിലേഷനും ഇല്ലായിരുന്നു. അതൊക്കെ ചുമ്മാ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ. ഇനി അതേ എന്നെ പരാതി കൊണ്ട് എപ്പോഴും വരുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും മറ്റു നടപടിയായിട്ട് ഇപ്പൊ തന്നെ ആ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഒരു നടപടി നമ്മൾ വളരെ സ്ഥിതിയിലോട്ടാക്കിയൊക്കെയാണ് പാർട്ടിയുടെ. ഞാനൊരു സ്ഥാനത്ത് നമുക്ക് പലരെയും മാറ്റേണ്ടി വന്നു. ആ സ്ഥാനത്ത് തിരിച്ച് കടിക്കാത്ത പാമ്പ് എന്ന് പറഞ്ഞ കണക്ക് ഉപയോഗമില്ലാത്തവരെയാണ് ആ സ്ഥാനത്ത് ഇപ്പൊ ആക്കിയേക്കുന്ന പാർട്ടി. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്തായാലും നിങ്ങളടുത്ത് ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചടക്ക നടപടിയുണ്ട്, ഒരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ട് പ്രകാരം നമ്മൾ പ്രവർത്തിക്കുകയും നിങ്ങളടുത്ത് പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കുകയും ചെയ്യും. ഞാൻ എന്തായാലും ഇത് മന്ത്രിമാരെയൊക്കെ ധരിപ്പിക്കട്ടെ. ഞാൻ മാത്രം ഒരു വാക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഈ ഒരു പദവി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നേരത്തെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ വീണ്ടും എനിക്ക് ആ ഒരു പദവി നിങ്ങൾ തന്നതാണ്. എന്നിരുന്നാൽ മറ്റൊരാൾക്ക് കൊടുത്തു. ഞാൻ ഇപ്പൊ വന്ന പ്രധാന കാരണം എനിക്ക് കിട്ടാനുള്ള ഷെയർ കിട്ടിയിരിക്കണം. അല്ല, അത് ഞാൻ നിങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തായാലും അതിനുള്ള ഒരു നടപടി നിങ്ങൾക്കുണ്ടാകും. അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ ജ്വല്ലറിയുടെ പേരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മന്ത്രിമാരും താങ്കളടക്കം. അല്ല, അതിലൊരു കാര്യമുണ്ട്. നമ്മൾ മാത്രം പാർട്ടി ഒരു പ്രമുഖ പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്. ഒരു പാർട്ടിക്കെതിരെയാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾ ഒറ്റയാൾ പോരാട്ടം ചെയ്യേണ്ടി വരും. പാർട്ടിക്കെതിരെ എപ്പോഴും തിരിയുമ്പോൾ ശ്രദ്ധിക്കണം. പാർട്ടികൾക്ക് പല ഘടകങ്ങളിലുള്ള അണികളുണ്ട്. ആ അണികൾ നമുക്ക് ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടക്കുകയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അണികൾ അതേപോലെ പ്രവർത്തിക്കും. എല്ലാം ആലോചിച്ചിട്ടേ കാര്യങ്ങൾ പറയാവൂ. കയ്യിലാണ്. ഈ പാർട്ടിക്കാർ എനിക്ക് ഒരു സഹായത്തിന് വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള ഷെയർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ മന്ത്രിമാരും ഷെയറിന്റെ കാര്യത്തിൽ നിങ്ങളത് മന്ത്രിമാരോട് സംസാരിച്ചിട്ട് എന്നോട് ധാരണ ഉണ്ടാക്കാം. എന്തായാലും നിങ്ങൾ ഇപ്പൊ പൊക്കോളൂ. ഷെയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ അവിടെ വെച്ച് കാണാം. ഓരോന്നൊന്ന് കേറിക്കോളും രാവിലെ. അടുത്ത് വീണ്ടും വന്നിട്ടുണ്ട്. നമസ്കാരം സാർ. എന്തായാലും ജാമ്യം കിട്ടിയല്ലോ. കിട്ടി. നിങ്ങള് ഞങ്ങളെ ആരെയും തള്ളി പറഞ്ഞില്ല കേട്ടാ. അത് തള്ളി പറഞ്ഞില്ല. പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ. അതവിടെ കിടക്കട്ടെ. എന്നാലും പാർട്ടിയെ തിരിഞ്ഞു നോക്കിയാ എങ്ങനെ തിരിഞ്ഞു നോക്കാം. നിങ്ങൾക്ക് നമ്മള് ഗോൾഡ് മാത്രം കടത്താനാണല്ലോ നമ്മൾ നിങ്ങൾക്ക് അനുമതി തന്നത്. ഒന്ന് സാറേ, ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു എത്ര ദിവസം ഞാൻ ആത്തു ഇതല്ല. ഇതിൽ നിങ്ങൾ ഗോൾഡ് കടത്താൻ പറഞ്ഞപ്പോ നിങ്ങൾ പെണ്ണിനെയും കൂടെ കടത്തില്ലേ? എന്തെങ്കിലും ലാഭം. അത് അങ്ങനെയുള്ള ഒരു ഐറ്റം ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. എന്നെ ഫയർ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാധ്യമങ്ങളോട് ഞാൻ അങ്ങനെ പറയും, ഇങ്ങനെ പറയും. മാധ്യമങ്ങളെ സഹായിച്ചില്ല എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെ വിട് സാറേ. എന്തായാലും സാറൊക്കെ ഹാപ്പി ആണല്ലോ ഇതില്.
സാറ് സേഫ് ആണല്ലോ, നിങ്ങളെ പോലുള്ള കുറെ അത് എത്ര ദിവസമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇനിയും ഒരു കാരണവശാലും അവർ പല രീതിയിൽ നിങ്ങളെ ചോദ്യം ചെയ്യും. വിദേശിക ആൾക്കാരെ പേരൊക്കെ പറയൂട്ടോ, എനിക്കിങ്ങനെ പിടിച്ചു വെക്കാമെന്ന് എനിക്ക് വലിയ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ പുറകെ തന്നെ ഉണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകൾ ഇതിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പലരും വന്ന് കാണും. നിങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ല. എന്റെ പേര് പോയി, ഞാൻ നിന്റെ ഈ പരിധി വെച്ച് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ വഴി ആ സാധനങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു നടക്കുകയും ചിലവരെല്ലാം കൊടുത്തു. അതൊക്കെ ശരി തന്നെ, അതൊക്കെ ശരി തന്നെ. അവർക്ക് ലാഭവിഹിതം കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊരു വിഹിതം നിങ്ങൾക്കും കിട്ടും. അത് എത്ര കാലം കിട്ടും? എത്ര കാലം കിട്ടും? എത്ര നാൾ ആ ജുവലറിയും വ്യവസായങ്ങളും നടന്നു പോകും അത്രയും കാലം നമുക്ക് കിട്ടും. സാറെ കേന്ദ്രം ഇടപെട്ട് വരുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇല്ലാന്ന്. അതിനാണല്ലോ ഈ തെരഞ്ഞെടുപ്പുകൾ. തെരഞ്ഞെടുപ്പിൽ നമ്മളൊന്ന് കൈയടച്ചാൽ പോരെ. അവർ കേന്ദ്ര ഗവൺമെന്റിന് 2-3 സീറ്റ് നമുക്കിവിടെ കൊടുക്കാം. ഉറപ്പാണോ? ഉറപ്പായിട്ട് കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് യുവമാർ പിന്നെ വലിയ ഇത് കാണിക്കില്ല. അത് ഒട്ടും കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കാണ് യുവമാർക്ക് നമ്മൾ തന്നെ ആധിപത്യം പിടിച്ചു വെക്കുമ്പോഴത്തേക്കാണ് ഇതിൽ അത് ചെറിയ ഈ വിവരമില്ലാത്ത കുറെ അണികളുണ്ട് നമ്മളെ പാർട്ടിയിൽ. അതെ, എഴുതാനും വായിക്കാൻ പോലും അറിഞ്ഞൂടാ. ചക്കെന്ന് പറഞ്ഞാൽ ചുക്കെന്ന് പറയും. അങ്ങനെയുള്ള കുറെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെ പിടിച്ചു പറ്റി പോകാൻ പറ്റുന്നത്. ഇനി അടിയടാന്ന് പറഞ്ഞാൽ അപ്പോഴേ പോകും. അല്ലെങ്കിൽ എന്തിനാണ് അടിക്കാൻ പോണെന്ന് ചോദിക്കട്ടെ. ഞാൻ സാറേ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് പറ. നിങ്ങളിപ്പോ എന്താണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. വീട്ടിൽ ജയിലിൽ പോയി കിടക്കണമെന്നോ? അങ്ങനെയല്ല. എന്താണ് നിങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങളെ എപ്പോഴും വിളിക്കാം. നിങ്ങൾ വെളിയിൽ ഇറങ്ങിയെങ്കിലും ഏതെങ്കിലും വേട്ടാവളിയന്മാർ വീണ്ടും ഇത് പൊക്കിയാൽ വീണ്ടും പ്രശ്നം. ആകെ പ്രശ്നം. അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു ഉദ്യോഗസ്ഥന് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് അറിഞ്ഞു. എനിക്ക് കാലിന്റെയും അദ്ദേഹം നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധം ഉണ്ടോ? പിന്നെ അദ്ദേഹം കണ്ടില്ലേ ഒരു ഉദ്യോഗസ്ഥന് എത്ര രൂപ ശമ്പളം കിട്ടും? എത്ര രൂപ ശമ്പളം കിട്ടും? അദ്ദേഹത്തിന് 20 കോടിക്കാണ് വസ്തു വാങ്ങി വീട് വെച്ചോണ്ടിരിക്കുന്ന. ഇതേപോലെയുള്ള സംഗതികൾ ഞങ്ങൾ പാർട്ടി അറിയാതെ എങ്ങനെ ചെയ്യും? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് എത്ര രൂപ കിട്ടും? നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എത്ര രൂപ കിട്ടും? ആ പ്രശ്നം കൊണ്ടാണ് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളെ കാര്യങ്ങൾ ഓടാൻ പറ്റുമോ? ആ പ്രശ്നം കൊണ്ടാണല്ലോ ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചു തന്നെ. ആ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ കുടുംബം ഓടിപ്പോകും. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഗോൾഡ് കടത്ത് അങ്ങനെയുള്ള ഓരോ പരിപാടി ചെയ്താലേ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരണം. എനിക്കൊന്നേ അറിയണ്ട്. ഇനി ഞാൻ ആട്ടാവാൻ സാധ്യതയുണ്ടോ? ഇനി പ്രത്യേകിച്ചില്ല. പാർട്ടി സംരക്ഷിക്കോ? 100% പാർട്ടിക്ക് സംരക്ഷിച്ചല്ലേ പറ്റൂ. അത് മതി. എന്താണ് നിങ്ങളെ ഇപ്പൊ എന്തെങ്കിലും വലിയ വിഷയമായി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ പേര് പറയില്ലേ? അവളെന്തോന്ന് പറഞ്ഞു? എന്നെ വന്നിരിക്കുമ്പോ ഞാൻ എന്റെ പേര് ഇതുകൊണ്ട് മന്ത്രിമാരുണ്ടെന്ന് ഞാൻ പറയില്ലേ? എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. അപ്പൊ ഇടി കിട്ടും. ഇടി കിട്ടും. അല്ല കൂടുതലും ഇല്ല. എന്തായാലും ഇപ്പൊ കോളിളക്കത്തിൽ നിൽക്കുകയാണ് ഒരു സംഭവം. ഈ ഇദ്ദേഹത്തിനെതിരെ ഏതോ ഒരു MLA തിരിഞ്ഞിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഏതോ ഒരു MLA തിരിഞ്ഞിരിക്കുകയാണ്. MLA ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഞാനത് മന്ത്രിമാരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു നടപടിയൊക്കെ നടത്തി. എങ്കിലും പൂർണ്ണ തൃപ്തനായല്ല ഇവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്റെ അതേപോലെ അവള് കളിപ്പിലാണ്. അവളെന്ത് പറഞ്ഞു? അവള് അവളെ നമ്മൾ സംരക്ഷിച്ചില്ല. അവള് മറ്റു കാര്യങ്ങൾ അവൾ പറയുന്ന രീതിയിൽ ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ പൈസ കൊടുത്തില്ല. നമ്മൾ ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ ആ എമൗണ്ടുകൾ നമ്മൾ ഓരോ ജുവലറികളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഒരു ജുവലറിയിൽ നമ്മൾ ഈ പൈസ കൊടുത്തേക്കണം. അപ്പൊ ഇവരൊക്കെ നമുക്ക് പൈസ തന്നല്ലേ പറ്റൂ. ഇത് ന്യായമില്ലല്ലോ. പാർട്ടി സമ്മേളനം വരാൻ പോകല്ലേ? അത് കഞ്ഞി വയ്ക്കാൻ പോലും പാടില്ലാത്ത ഒരുത്തരെയാണ് ജുവലറി എന്നുള്ള പേര് വിട്ട് നമ്മൾ ആ ഒരു അവരിപ്പോ എവിടെയെല്ലാം ജുവലറിയായി അറിയാം. നമ്മളെ പൈസ വെച്ച് ഈ ലോകത്ത് എവിടെയെല്ലാം ഒരു ജുവലറിയായി. അവൻ ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായി. അവൻ രക്ഷപ്പെട്ടു. അവനൊന്നും ചോദിക്കാൻ പറ്റുമോ? ഒന്നും ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥ. എനിക്കിതിന്റെ കമ്മീഷൻ എന്നാലും നിങ്ങളെ സഹായിച്ചു. അതിനൊരു ഇനിയും തുടർന്നുള്ള അന്വേഷണങ്ങൾ വരും. അതിൽ വളരെ ശ്രദ്ധിക്കണം. ഞാൻ സഹായിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ സഹായിക്കുന്നതിനനുസരിച്ച് ഇല്ല. അത് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പാർട്ടിയാണ്. ഇപ്പൊ ഞാൻ ഒരാൾ തീരുമാനിച്ചെന്ന് പറഞ്ഞ് നമുക്കത് തീരുമാനം എടുക്കാൻ പറ്റൂല. പടർന്ന് പന്തലിച്ചൊരു പാർട്ടിയാണ്. പിന്നെ വിവരമില്ലാത്ത കുറച്ച് അണികളുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്നിട്ട് ഇപ്പൊ തന്നെ പാർട്ടിയിലൊരു മിണ്ടാത്തവനാക്കി കണ്ണൂർ സ്ഥാനത്തൊക്കെ മിണ്ടരുവൻ. അതുകൊണ്ട് വേണ്ടാത്ത രീതിയിലുള്ള ആൾക്കാരൊക്കെ ആക്കി ഇത് എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അധികാരം എന്നുള്ളൊരു പദവി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്നായാലും ശ്രദ്ധിച്ചോളണം കേട്ടാ. വളരെ ശ്രദ്ധിക്കാത്ത രാത്രികളാണ് ഇത് വരാൻ പോകുന്നത് സത്യം. അല്ല അത് നിങ്ങൾ പക്ഷെ എനിക്ക് വേദനയെടുത്ത് ഞാൻ എല്ലാവരും കാര്യം പറയാം.
എനിക്ക് വേദന എടുക്കുന്നത് ഞാൻ എല്ലാവരും പറയും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബം പിന്നെ കാണാതെ വരും. എന്ത് എന്നെ ചെയ്തോ? എന്റെ കുടുംബത്തിനെന്തിനാ ചെയ്യണേ? അതാണ് പാർട്ടിയിലെ അറിയുകൾക്ക് നിങ്ങളെ കുടുംബമൊന്നല്ല, അന്യ ആളുകൾ അത് ചെയ്താ അല്ലെങ്കിൽ ഇന്ന ആളത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതല്ല നമ്മുടെ വിവരമില്ലാത്ത കുറെ അണികൾ നമുക്കുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടെ. എന്റെ കയ്യിൽ നിൽക്കാതെ വരും. എന്റെ കയ്യിൽ നിൽക്കാതെ വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാനെപ്പോഴേ ഇതിൽ നിന്ന് മാറും. ഞാൻ ഏത് സമയത്താണാവോ ഇതിലൊക്കെ ഇറങ്ങി തിരിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാൻ എന്തായാലും നിങ്ങൾക്ക് ദോഷമൊന്നും ഇതുവരെ ഉണ്ടായില്ലല്ലോ. കുറച്ച് ദിവസം ജയിലിൽ കിടന്നു. പിന്നെ നിങ്ങൾ മറ്റതൊക്കെ നിങ്ങൾ ആ ശ്രീ വിഷയം നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണല്ലോ. അത് പിന്നെ ആർക്കും ഇല്ലാത്ത എന്തായാലും നോക്കട്ടെ, ഞാൻ അതിനുള്ളൊരു നടപടി നോക്കാം. നിങ്ങൾക്ക് തൽക്കാലം പൊക്കോ. വേണ്ടതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആരുടെയും ഇനി അന്വേഷണം വരാൻ ഉദ്യോഗസ്ഥനെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരെ അന്വേഷണം നടക്കുമ്പോൾ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കും അറിഞ്ഞൂടാ, പാർട്ടിക്കും അറിഞ്ഞൂടാ. ശരി. പ്രതിപക്ഷം ഭയങ്കര ശക്തമായ സമര നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. എവിടെ ഇറങ്ങിത്തിരിക്കാൻ പിന്നെ ആകെ ഉള്ള ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് 2-3 സീറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റി. അതിനാണ് ശക്തത ഒന്ന് ആശ്വാസമായി നിൽക്കുന്നത്. അതുങ്ങളെല്ലായിരുന്നുവെങ്കിൽ എല്ലാം കെട്ടിയിലായ ഞാൻ പൊക്കോട്ടെ. എല്ലാം കംപ്ലീറ്റ്. നിങ്ങൾ എന്തായാലും പൊക്കോ. നിങ്ങളെ കാര്യങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് മന്ത്രിമായിട്ട് പറയാം. എന്തായാലും ഞങ്ങളെ പോലുള്ള ആൾക്കാരോട് സാറ് കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. AC കാറ്, AC വീട്, AC റൂം, ഇത് അത്രയും കൺട്രോൾ ചെയ്യണ്ടേ? അത് ഈ ഫയർ എടുത്താന്നറിയോ? കുറെ കാര്യം ഫയർ എടുത്ത് നടന്നത് അവരോട് ഒന്നും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവിടെ അടുത്ത ആൾ വരും, പാർട്ടി സെക്രട്ടറി വരും, നേരത്തെ ആൾക്കാർ അവരുടെ അടുത്ത് മറുപടി പറയണ്ടേ? അതെ. ശരി ശരി, വേണ്ടവരൊന്ന് കണ്ടേക്കണേ. ഓക്കെ, ശരി, ഓക്കെ. അതെ, വരും. കുറച്ച് പൈസ കിട്ടി, ഇനി കുറച്ചുകൂടെ വേണം പൈസ. പിരിവൊക്കെ എങ്ങനെ പോകുന്നു? പിരിവ് വലിയ കുഴപ്പമൊന്നുമില്ല. കൂടുതലും കണക്ക് കാണിച്ചുള്ള പിരിവ് വരരുത്. ഇല്ല, അതില്ല, നമുക്കറിയാം. എല്ലാം ബക്കറ്റ് പിരിവായിരിക്കണം. പിള്ളേരെ ഇറക്കുക, പിള്ളേരെ ഇറക്കി പിരിക്കുക. കാരണം ഇപ്പോഴത്തെ കച്ചവടക്കാരൊക്കെ നേരെ നമ്മളെ പാർട്ടിയുടെ ബലം വെച്ച് നമ്മൾ ചോദിക്കുമ്പോഴേ തരും. നമ്മൾ കുറച്ച് പൈസ കൊണ്ട് വേണം. കാരണം മീഡിയക്കാരെല്ലാം നമ്മൾ അടുത്ത് സൈഡിലോട്ടൊന്ന് അടുപ്പിക്കണം. അല്ല, അതിൽ പ്രധാനപ്പെട്ട കുറെ എണ്ണം ഉണ്ട്. യവന്മാരെ പതുക്കെ ചുറ്റി വെള്ളമൊക്കെ വായിച്ചു കൊടുത്ത് സെറ്റാക്കി അമ്മ വലുതായിട്ട് മിണ്ടില്ല. പൈസ ഇറക്കി അവര് മുന്നേന്ന് പറഞ്ഞ വൻകിട മാധ്യമങ്ങൾ നമ്മൾ അമ്മരുന്ന് മിണ്ടിയിട്ട് കാര്യമില്ല. തലവേദനയുള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ആരാണോ അവരെ പതുക്കെ എടുക്കുക. നമുക്ക് കുറച്ച് പൈസ കൊടുക്കണം. അതെ. പിന്നെ ജൂവലറിക്കാരെ വിളിച്ചിരുന്നു. അവന്റെ സങ്കടം കേട്ട് കഴിഞ്ഞാൽ പൈസ ഭയങ്കര സങ്കടം. പൈസ ഒന്നും ഇല്ലാത്തവരെ നമ്മൾ പാർട്ടി വളർത്തി ഇത്രയാക്കി നമ്മളെ തന്നെ ഒരു പേര് അവന് കൊടുത്തു. അതെ അതെ. ഇപ്പൊ അവന്റെ കരച്ചിൽ വേണ്ടി ഇപ്പൊ തന്നെ അവര് ദുബൈയിൽ തൊട്ട് ഇങ്ങറ്റത്ത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഓൾറെഡി ജൂവലറിക്ക് ബ്രാൻഡ് ഉണ്ട്. എന്നിട്ട് അവന്റെ ഒരു പൈസ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യം ഒരു 5-10 അറേഞ്ച് ചെയ്തോട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് വെള്ളക്കണക്കൊക്കെ എഴുതി കറക്റ്റ് എന്തായാലും നടക്കട്ടെ. നടന്ന് സ്ഥാനങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ വെക്കില്ല. ഒരു വേണമെങ്കിലും വന്ന് ചാടിക്കഴിഞ്ഞാൽ അറിയാലോ. ഒരു വേദനയില്ല, നമ്മൾ ജീവിക്കുന്ന കാര്യമില്ല. അതാണ്, നിങ്ങൾക്കും ആ സ്ഥാനം ഒരിക്കലും പോകരുത്. ഞാൻ എന്തായാലും അതിനു വേണ്ടി പറയാം. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങണം, കാര്യങ്ങളൊക്കെ അടുത്ത് ഞാൻ വരാം. ഒരു ദിവസം തെളിവ് അവരെല്ലാം വന്നിരുന്നു. ഇതൊക്കെ ആരെക്കൂടെയൊക്കെ സമാധാനം പറയുന്നു. എല്ലാം വിഷയങ്ങളെന്നറിയാം. ഇന്ന് ചെന്ന് നോട്ടീസും മറ്റുള്ള കാര്യങ്ങളും പോസ്റ്റെല്ലാം ഇതിനിടയിൽ നമ്മൾ സ്ഥാനം പോകരുത്. ഇല്ലല്ല, സ്ഥാനം പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അത് നമ്മൾ സമ്മേളനത്തിൽ പിടിക്കണം. മറ്റുള്ളവർക്ക് പറയണം. നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലേ അവർ രണ്ടുപേരെയും ഒരു പരുവത്തിന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പെണ്ണാണെങ്കിൽ അവള് വല്ലാത്ത രീതിയിലാണ് വന്നേക്കുന്ന. ഈ സമ്മേളനം തീരുന്നവരെയും ഇങ്ങനെയുള്ള വാർത്ത കൊടുത്തു വരുന്നത്. സമ്മേളനങ്ങൾ തീരുന്ന സമയം പൊളിഞ്ഞു പോകും. അതെ അതെ, എല്ലാം പൊളിയും, മൊത്തം കുഴപ്പവും. അവസാനം ഇവിടെ നിന്ന് തന്നെ വിദേശത്ത് പോകാനും പറ്റില്ല. അതെ അതെ, പാസ്പോർട്ട് പിടിച്ചിട്ട് എങ്ങനെ പോകാനാ? ഒന്നും പറ്റാത്ത നോക്കണം. ഒരുപാട് നാളില്ലെങ്കിൽ 2-3 വർഷത്തിനകത്ത് നമ്മൾ പരിപാടി ചെയ്യും. അടുത്തിന്റെ ജനങ്ങൾ എങ്ങനെ കയറുകൾ എങ്ങനെ തീരുമാനിക്കുന്നു അറിഞ്ഞില്ല. എന്നും കരുതലുകൾ നമ്മളെ തന്നെ തിരഞ്ഞെടുത്താൽ നമുക്ക് ഇരിക്കാം. അതിന് മാക്സിമം കംപ്ലീറ്റ് എന്താ പറഞ്ഞാൽ മതി. ശരി ശരി.